എല്ലാവർക്കും നമസ്കാരം. നരകം അത് എവിടെ നിന്നാണ് വന്നത്, എപ്പോഴാണുണ്ടായത്? ഈ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷേ ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ വാദമനുസരിച്ച് നരകത്തിന്റെ ഉത്ഭവത്തിന് കൃത്യമായ ഒരു നിമിഷമുണ്ട്, ഒരു സിംഗിൾ മൊമെന്റ്. ആ നിമിഷം ഏതാണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: നരകം യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഉണ്ടാക്കപ്പെട്ടത്? ഇത് എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ഒന്നാണോ, അതോ പ്രപഞ്ചത്തിൽ നടന്ന ഒരു പ്രത്യേക സംഭവത്തിന്റെ ഫലമായിട്ടുണ്ടായതാണോ? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. ഈ കഥയുടെ തുടക്കം എവിടെയാണെന്നോ? വളരെ പണ്ട്, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ നിമിഷങ്ങളിലാണ്. എല്ലാത്തിലും തുടക്കമിട്ട വലിയൊരു പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തണമെങ്കിൽ നമ്മൾക്ക് സൃഷ്ടിയുടെ ആ ആദ്യ നാളുകളിലേക്ക് തന്നെ തിരിച്ചു പോകണം. അവിടെയാണ്, ആ തുടക്കത്തിലാണ് ആദ്യത്തെ ഒരു പിഴവ് സംഭവിക്കുന്നത്. അപ്പോൾ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായി, ആകാശങ്ങളും ഭൂമിയും, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു സൃഷ്ടിക്ക് അഹങ്കാരം വരുന്നു. അതൊരു ചെറിയ പിഴവായിരുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് മൂന്നാമത്തെ കാര്യം നടക്കുന്നത്. ഒരു ദൈവിക ശിക്ഷ, ഒരു തീഗോളം പോലെ വരുന്നു. അവസാനം നാലാമതായി, ആ അഹങ്കരിച്ച സൃഷ്ടി പതിയെ ഇല്ലാതാവാനും കത്തിത്തീരാനും തുടങ്ങുന്നു. ഈ 4 സ്റ്റെപ്പുകളാണ് നരകമെന്ന ആശയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടികൾ. ആ ആദ്യത്തെ തീഗോളം അതൊരു ശിക്ഷ മാത്രമായിരുന്നില്ല, അത് വരാനിരിക്കുന്ന വലിയൊന്നിന്റെ ഒരു സൂചന കൂടിയായിരുന്നു, ഒരുതരം നിഴൽ പോലെ. ആ തീ എങ്ങനെയാണ് പിന്നീട് നരകത്തിന്റെ രൂപമായതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നത്. ആ അഹങ്കാരത്തിനുള്ള ശിക്ഷയായി വന്ന തീഗോളമില്ലേ, അത് വെറുമൊരു തീയായിരുന്നില്ല. അത് നരകത്തിന്റെ തന്നെ ഒരു ആദ്യ രൂപമായിരുന്നു, ഒരു പ്രതിഫലനം. ഒന്ന് മറ്റൊന്നിന്റെ നിഴൽ പോലെ, അല്ലെങ്കിൽ കാരണവും അതിന്റെ ഫലവും പോലെ. ഈ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ഈ മുഴുവൻ ചർച്ചയുടെയും അടിത്തറ ഇതാണ്. അതായത്, ഈ ആഖ്യാനങ്ങളനുസരിച്ച് നരകം എപ്പോഴും ഉണ്ടായിരുന്ന ഒന്നല്ല, മറിച്ച് ഒരു പ്രത്യേക സംഭവം കാരണം ഒരു പ്രത്യേക നിമിഷത്തിൽ പുതുതായി ഉണ്ടായ ഒന്നാണ്. ഈയൊരു ആശയം മനസ്സിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കഥ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ശരി, ഇനി നമ്മൾ നേരെ പോകുന്നത് കഥയുടെ ഗതിമാറ്റിയ ആ ഒരൊറ്റ നിമിഷത്തിലേക്കാണ്. ഒരു നിർണായകമായ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ജയിക്കുന്നതിലും തോൽക്കുന്നതിലുമായിരുന്നു പ്രപഞ്ചത്തിന്റെ തന്നെ ഭാവി. എന്തായിരുന്നു ആ ടെസ്റ്റ്? കൽപ്പന വളരെ ലളിതമായിരുന്നു, അല്ലേ? ആദാമിനെ സാഷ്ടാംഗം ചെയ്യുക, അത്രമാത്രം. പക്ഷേ ആ നിമിഷം ഒരു സൃഷ്ടി അതിന് തയ്യാറായില്ല. അതൊരു സാധാരണ അനുസരണക്കേടായിരുന്നില്ല, അതൊരു ദൈവിക കൽപ്പനയുടെ പൂർണ്ണമായ തിരസ്കാരമായിരുന്നു, ഒരു വെല്ലുവിളി. അവിടെയാണ് എല്ലാം തകിടം മറിഞ്ഞത്. പക്ഷേ ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു പരീക്ഷണം ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? വെറുമൊരു സൃഷ്ടിയായ ആദാമിന് സാഷ്ടാംഗം ചെയ്യുന്നതിൽ എന്താണ് ഇത്ര വലിയ കാര്യം? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ഈ കഥയുടെ യഥാർത്ഥ രഹസ്യം കിടക്കുന്നത്. അതെ, അതാണ് ശരിക്കുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് ആദാമിനെ സാഷ്ടാംഗം ചെയ്യുക എന്ന ആ ഒരൊറ്റ കാര്യം ഇത്ര വലിയ നിർണായകമായ ഒരു പരീക്ഷണമായത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഈ പസിലിന്റെ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് വയ്ക്കാൻ പറ്റും. അതിനുള്ള ഉത്തരം ഈ വാക്കുകളിലുണ്ട്. ആ സാഷ്ടാംഗം അത് ആദാമിന്റെ മണ്ണിനാൽ നിർമ്മിച്ച ശരീരത്തോടായിരുന്നില്ല, മറിച്ച് അവനിലുള്ള ദൈവത്തിന്റെ ആത്മാവിനോടുള്ളൊരു വണക്കമായിരുന്നു. അപ്പോൾ യഥാർത്ഥ പരീക്ഷണം ആദാമിനെക്കുറിച്ചായിരുന്നില്ല, അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൈവിക ചൈതന്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന ദൈവത്തിന്റെ ആത്മാവ്? ഈ ഒരു പ്രത്യേക വ്യാഖ്യാനമനുസരിച്ച് അത് മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആത്മാവായിരുന്നു. അത് ആദാമിലേക്ക് നൽകപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പരീക്ഷണത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ആ നിഷേധം ആദാമിനോടുള്ളതായിരുന്നില്ല, അത് ആദാം തന്റെ ഉള്ളിൽ വഹിച്ചിരുന്ന ആ ദൈവിക ആത്മാവിനോടുള്ളതായിരുന്നു, ആ ദൈവിക പ്രകാശത്തോടുള്ളതായിരുന്നു. അതിനേക്കാൾ വലിയൊരു നിഷേധം അല്ലെങ്കിൽ ധിക്കാരം വേറെ ഉണ്ടോ? അങ്ങനെ ഈ കഥകളെല്ലാം ഒരുമിക്കുന്ന ആ ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ്, ആ പ്രപഞ്ച സൃഷ്ടിയുടെ നിർണായക നിമിഷത്തിലേക്ക്. അതെ, നരകത്തിന്റെ പിറവിലേക്ക്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ഓർഡറിൽ നോക്കാം. തുടക്കം ഒരു സൃഷ്ടിയുടെ അഹങ്കാരത്തിൽ നിന്നായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പിഴവ്. അതിൽ നിന്ന് സാഷ്ടാംഗം ചെയ്യാനുള്ള നിഷേധം എന്ന ധിക്കാരമുണ്ടായി. ആ നിഷേധത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു? ഉള്ളിലെ ദൈവിക ആത്മാവിനെ തിരസ്കരിക്കുക എന്നതായിരുന്നു. അതിന്റെ നേരിട്ടുള്ള ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നരകമുണ്ടായി. കണ്ടില്ലേ, ഓരോ സംഭവവും അടുത്തതിലേക്ക് കൃത്യമായി നയിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ വ്യക്തമാണ്. ഈയൊരു നിഗമനപ്രകാരം നരകം സൃഷ്ടിക്കപ്പെട്ടത് മറ്റെവിടെയുമല്ല, ആ നിഷേധം നടന്ന അതേ നിമിഷത്തിലാണ്. ഒരൊറ്റ പ്രവൃത്തി, ഒരൊറ്റ നിമിഷം ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചു. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. ഈ വാദമനുസരിച്ച് നിഷേധം ഒരു അഗ്നിസ്ഥലം സൃഷ്ടിക്കുമെങ്കിൽ അതിന്റെ വിപരീതമായ അംഗീകാരം എന്ത് സൃഷ്ടിക്കുമായിരുന്നു?
ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ കൽപ്പന അംഗീകരിച്ചിരുന്നെങ്കിൽ, ആ സാഷ്ടാംഗം നടന്നിരുന്നെങ്കിൽ അന്ന് ഏതു തരത്തിലുള്ള ഒരു ലോകമായിരിക്കും സൃഷ്ടിക്കപ്പെടുമായിരുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളെന്ത് ചിന്തിക്കുന്നു?